അല്ല നല്ല കറികളും കൂടി വെച്ച് തിന്നിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒന്നും ഇടാത്ത. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കൊട്ടു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊട്ടു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നുണ്ടോ. അപ്പം നല്ല കൊട്ട് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ഇറച്ചിയുണ്ട്. അപ്പം കൊട്ടാണ് നമ്മൾ ബിരിയാണിയിലിടാം. അപ്പോൾ അതിനെ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് കൂടി ഞാൻ കാണിച്ചത്. നമ്മൾ ആ കൊട്ടു ബിരിയാണിയിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇതാ 2 തക്കാളി, കുറച്ച് പച്ചമുളക്, പിന്നെ ചെറുനാരങ്ങ, മല്ലിച്ചപ്പ്, പുതിന, ഇഞ്ചി, 2 ഉള്ളി, പിന്നെ വെളുത്തുള്ളി ഇതായിപ്പോയി. അപ്പോൾ നമ്മളിതെല്ലാം അരച്ചിട്ടാണ് ചേർക്കുക. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ. നമ്മൾ മുറിച്ചിട്ടിട്ട് വാട്ടലെല്ലാം ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ഇതൊക്കെ ഞാനൊന്ന് അരച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ കൊട്ടു ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പച്ചക്കറികളൊക്കെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരയണ്ട, നമ്മളൊരു കറകറ ആവില്ലേ, അതുപോലെ എല്ലാ പച്ചക്കറിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കുക്കറിലിട്ടിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ തന്നെയാണ് അരിയും ഇറച്ചിയും മസാലക്കൂട്ടും ഒക്കെ ഇടുന്നത്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ കൊട്ടു ബിരിയാണീൻ്റെ കൊട്ടെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ഇറച്ചി എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്, നമുക്ക് ഫ്രൈ ആക്കാൻ. ബാക്കി ബിരിയാണിയിലിടുക. കൊട്ടാണ് നമ്മൾ കൂടുതലിടുന്നത്. അപ്പം കുറച്ച് കരളും അതിൻ്റെ ഇറച്ചിയെല്ലാം എടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രൈ ആക്കാം കേട്ടോ. നമ്മൾ ചട്ടി കാഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് വേണ്ട നമ്മൾ കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പുണ്ട് ഇതിനകത്ത്, നോക്കട്ടെ. കുറച്ച് ഗ്രാമ്പു, പിന്നെ ഈ സുണാപ്പൊന്നും വേണ്ട, അതെല്ലാം വല്ലാത്ത ചൊയ്യായിരിക്കും. എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വേഗം ഞാൻ പോയിട്ട് ഇതിൻ്റെ മസാലയും കൂടി എടുക്കട്ടെ. അപ്പോൾ നമ്മളെ മസാലക്കൂട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ അതൊന്ന് വയന്ന് വന്നിട്ട് എല്ലാം അരച്ചെടുത്തതാണ്. നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലോണം ചതക്കിയെടുത്തതാണ് കേട്ടോ. ഇത് ഒന്ന് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ വയറ്റണേ. എവിടെയാ അവിടെ നിൽക്കുന്നുണ്ടാ? നീ വെക്കുന്ന കൊട്ടു ബിരിയാണി ഒന്ന് തിന്നിട്ട് അഭിപ്രായം പറയാലോ. അപ്പോൾ ഇങ്ങോട്ട് വാ, വിശേഷം പറയാലോ. നമ്മളെ കുട്ടി വിദേശു ഗ്യാസിൻ്റെ കുട്ടീൻ്റെ നമ്മളവിടെ ഇരുന്നിട്ടുണ്ട്. ചേക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? ചേക്കറാ എല്ലാവർക്കും സുഖമാണോ? കുട്ടി വിരാശിൻ്റെ വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആരും കാണുന്നില്ലല്ലോ. അവന് ഓരോരോ തിരക്ക്, കുക്കുളിൽ പോകണോ, പള്ളിയിൽ പോകണോ, അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കഫ്കെട്ട്, പനി ഇട്ടിട്ട് തന്നെ. പിന്നെ അതിൻ്റെ ഇടയിൽ അവനൊന്ന് കൗണ്ടൊക്കെ കൂടിപ്പോയി. അവന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയി. അല്ല വിരാശോ? പിയാ ഒന്ന് വലിച്ചേ. അടിപൊളി. അപ്പം ഞാൻ ഫ്ലവർ ഷോന് പോയപ്പോൾ അവനൊരു മോതിരം മേടിച്ചിനെ. നമ്മളത് ആ വീഡിയോ കാണിച്ചില്ല, പേരെഴുതിയ കണ്ട വിരാശു, നമുക്ക് കുട്ടി വിരാശു. എന്നിട്ട് അവന് ഒരു മിനിറ്റ് എന്നിട്ട് ഓൻ വന്നിട്ട് പറഞ്ഞ് എൻ്റെ പേരെഴുതണ്ടേനു, ഉപ്പാൻ്റെ പേരെഴുതിയാൽ മതിയേനു എന്നെല്ലാം പറഞ്ഞുകൂടി ഇരുന്നിട്ട്. അപ്പോൾ മസാല നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് കേട്ടോ. മസാല ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാനൊന്ന് വേഗം അരി കഴുകിയിട്ട് വരട്ടെ. അപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട ഇത് നമ്മളെ മറ്റേ ബീഫ് വേവിപ്പിച്ച് വെച്ച വെള്ളമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ബീഫ് വേവിപ്പിച്ചേട്ടോ. അപ്പോൾ ബീഫിൻ്റെ ആ ഗ്രേവിയോ ഇതെല്ലാം ഇറങ്ങി സെറ്റായതാണ്. അപ്പോൾ അത് നമ്മൾ ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിലെന്നല്ല. കൊട്ടു ബിരിയാണി എന്ന് പറയുമ്പോൾ ആ കൊട്ടിലുള്ള മജ്ജിയും അതിൻ്റെ ആ ഒരു ഗിളുകളല്ലേ, അതെല്ലാം ഇതിനകത്ത് ഇറങ്ങി ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ. അപ്പം കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ഇത് വെള്ളം കുറവുണ്ട്, ഞാൻ കുറച്ചുകൂടി ഒഴിക്കട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം മതിയാതാണ്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ടിട്ടില്ലല്ലോ. ബീഫിൽ ഉപ്പുണ്ട്, മസാലയിലും പിന്നെ കുറച്ച് അരിയിലേക്കും കൂടിയുള്ള ഉപ്പിടട്ടെ. ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. തോടായി തന്നെ നിൽക്കട്ടെ കേട്ടോ. നമ്മൾ മിറാഷു ഒക്കെ നീ നോക്കിയിട്ട് ഇരുന്നിട്ടുണ്ട്. നീ പഠിക്കൂലേ വെക്കുന്നേ? ഉമ്മക്ക് വയ്യെങ്കിൽ നീ ബിരിയാണി വെക്കുക. അപ്പം നമ്മളെല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് ബിരിയാണി മസാല ഇടണേ. ഞാനെല്ലാം ഇങ്ങനെ പാക്കറ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ, ഒരു പാത്രത്തിലിട്ടിട്ട്. പിന്നെ കുറച്ച് നമ്മൾ ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്.
കുറച്ചത് ഓവർ മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടിയെല്ലാം നമ്മൾ ബീഫ് അപ്പോൾ നമ്മൾ കുറച്ച് ബീഫ് ഫ്രൈ ആക്കുന്നുണ്ട്. കുറച്ച് കരളും കുറച്ച് ഇറച്ചിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓവറായിട്ട് മസാല ഇടുന്നില്ല. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഉപ്പ് നമ്മൾ വേപ്പിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. ഞാൻ മസാല ആക്കിയിട്ട് വേഗം കാണിച്ചത്. നമ്മൾ മസാലയെല്ലാം ബീഫിൽ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ആട്ടെ. ഇതിനകത്തേക്ക് നമ്മളൊരു ചെറുനാരങ്ങയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് സെറ്റ് ആട്ടെ. നമ്മൾ ബീഫ് നെയ്യ് കിടന്നിട്ട് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഏകദേശം വെന്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞതും കുറച്ച് പച്ചമുളകും കൂടി ഇടുക. നമ്മളിപ്പോൾ ആ ബീഫിലേക്ക് ഒരു 2 പച്ചമുളകും കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊട്ടി ബിരിയാണിയും ബീഫ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ബീഫ് നല്ല നെയ്യിലാക്കിയതാണ് കേട്ടോ. അതിനോട് കുറച്ച് നമ്മൾ ഉള്ളിയും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കൊട്ടി ബിരിയാണി. അപ്പോൾ ആ കൊട്ടിൻ്റെ ഉള്ളിൽ നല്ല ഗ്രേവിയൊക്കെ ഇറങ്ങിയിട്ട് സൂപ്പറായിരിക്കും കഴിക്കാൻ. നല്ല ചൂടാണ്. ഞാൻ കഴിക്കട്ടെ. കണ്ടോ, നല്ല ചൂട് കൊട്ട് ബിരിയാണിയും കൊട്ട് എന്താ ആവി വരയ്ക്കുന്ന കൊട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മളൊരു നല്ല കരളാണ്, കരളും കൂടി അല്ല നല്ല കരളും കൂടി വെച്ച് തിന്നിട്ട് നല്ല ചൂടാന്ന്, നല്ല എരിവുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണം. നല്ല കരൾ നെയ്യിലാക്കിയതും ബീഫിൻ്റെ കൊട്ട് ബിരിയാണി, ആവി വറുക്കുന്ന കൊട്ട് ബിരിയാണി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.